ഹായ് ഫ്രണ്ട്സ്, ടിയാഗോ ട്രാവലർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ബെന്നാർഘട്ട നാഷണൽ പാർക്കാണ്. ബാംഗ്ലൂരിലെ ബെന്നാർഘട്ടയിലാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പോകാം. ബാംഗ്ലൂരിൽ ഇപ്പോൾ ചൂട് കാലമായതിനാൽ നമ്മുടെ യാത്ര അതിരാവിലെ തന്നെ ആരംഭിച്ചു. രാവിലെ നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നാലും ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബെന്നാർഘട്ട റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് ബെന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക്. ഇപ്പോൾ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ്. പണി പൂർത്തിയായില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹുളിമാവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഏകദേശം കൊട്ടിക്കര വരെയാണ് ഈ മെട്രോ വർക്ക് നടക്കുന്നത്. കൊട്ടിക്കരയിൽ നിന്ന് നാഗ്വാർ വരെ കണക്ട് ചെയ്യുന്ന ആ മെട്രോ ലൈനാണിത്. പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ബെന്നാർഘട്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബെന്നാർഘട്ട സർക്കിളിൽ നിന്നും സൂവിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ കൂടി നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. മജസ്റ്റിക്കിൽ നിന്നും ഏകദേശം 23 കിലോമീറ്ററോളാണ് നമ്മൾ ഈ ബെന്നാർഘട്ട സൂവിലേക്കുള്ളത്. മജസ്റ്റിക് BMTC ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ബെന്നാർഘട്ട സൂവിലേക്ക് ഡയറക്റ്റ് ബസ് സൗകര്യമുണ്ട്. AC ബസ്സുകളും നോൺ AC ബസ്സുകളും നമുക്ക് ലഭ്യമാണ് യാത്ര ചെയ്യുവാനായിട്ട്.
അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാറുകൾക്കും ബസ്സുകൾക്കും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്കിവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനായിട്ട് 50 രൂപ പ്രവേശന ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഈ ബെന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു BMTCയുടെ ബസ് സ്റ്റാൻഡുണ്ട്. ബാംഗ്ലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ട് നമുക്കിവിടെ നിന്നും AC ബസ്സുകളും നോൺ AC ബസ്സുകളും ലഭ്യമാണ്. ഞങ്ങൾ പോയത് വീക്കെൻഡിൽ അല്ലാത്തതിനാൽ ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം തന്നെ തിരക്ക് കുറഞ്ഞ അവസ്ഥയിലായിരുന്നു. ജീപ്പ് സഫാരി, AC ബസ് സഫാരി എന്നിവയും ഇവിടെ ലഭ്യമാണ്. ഈ കൗണ്ടറുകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയിലൂടെ പണമടയ്ക്കുവാനുള്ള സൗകര്യം ലഭ്യമല്ല. അതിനുവേണ്ടി സൈഡിൽ തന്നെ അവർ വേറൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിലൂടെ വരുന്ന സ്കാനറിലൂടെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്കറ്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും അഡൽട്ട്സിന് 100 രൂപയുമാണ് സൂവിലേക്ക് എൻട്രി ഫീസായിട്ട് ഈടാക്കുന്നത്. ആയിരത്തി 1974 ഈ ബെന്നാർഘട്ട നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 731.88 ഹെക്ടറാണ് ഇതിൻ്റെ വലിപ്പം. സൂ, സഫാരി പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ എന്നിവയാണ് ഇത്രയും സ്ഥലത്തിൽ ഉൾപ്പെടുന്നത്. നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് 137 സ്പീഷ്യസിൽപ്പെട്ട 2388 മൃഗങ്ങളെയാണ്. ആവശ്യമുള്ളവർക്ക് ഇതുപോലത്തെ വാഹനങ്ങൾ നമുക്കിതിനുള്ളിൽ തന്നെ ചെറിയ എമൗണ്ടിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു ബോട്ടിംഗ് സൗകര്യവും നമുക്ക് ഈ സൂവിനുള്ളിൽ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്.
കർണാടക സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് കൺസർവേറ്റർ ഓഫീസറായിരുന്ന ശ്രീ YML ശർമ്മ IFS ആണ് ഈ ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. 2002 കാലഘട്ടത്തിലാണ് ഈ പാർക്കിൻ്റെ ചെറിയൊരു ഭാഗം സുവോളജിക്കൽ ഗാർഡനായിട്ട് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.